நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ തിരുശതകം എന്ന 5-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇത് 10 പദ്യങ്ങളുള്ള ഒരു കവിതയാണ് തിരുശതകം. ഓരോ പദ്യത്തിലും 10 പാടലുകൾ വീതമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 100 പദ്യങ്ങൾ നിറഞ്ഞ കവിതയാണ് തിരുശതകം. ഇത് ഭക്തി വൈരാഗ്യങ്ങളെ വിശദീകരിക്കുന്നതാണ് ആദ്യ പദ്യം. 1-ാമത്തെ പദ്യത്തിൽ ഭക്തിയെയും ഭക്തിയിലൂടെ വൈരാഗ്യത്തെയും വിശദമാക്കുന്ന ഭാഗങ്ങളാണ് നാം 1-ാം പദ്യത്തിൽ കാണുന്നത്. ഇങ്ങനെ 10 പദ്യങ്ങളുണ്ട്. അങ്ങനെയാണ് 100 പദ്യങ്ങളുള്ളത്. പദ്യം തമിഴ് സാഹിത്യത്തിലെ വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും തേവാരം കവികൾ പതിവായി ഉപയോഗിക്കുന്ന കാവ്യരീതിയാണ് പദ്യങ്ങൾ. ഈ പദ്യങ്ങളുടെ മട്ടിൽ തമിഴിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ തേവാര പദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാവ്യം രചിച്ചിട്ടുണ്ട്. ഇത് ഈ തമിഴ് രീതിയെ അനുകരിച്ചിട്ടാണ് അദ്ദേഹവും തേവാര പദ്യങ്ങൾ എഴുതിയത്. അപ്പോൾ ഈ പദ്യങ്ങളിൽ 100 പദ്യമാണുള്ളത്. 10 പദ്യങ്ങളിലൂടെ 100 പദ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യ പദ്യത്തിൽ ഭക്തി വൈരാഗ്യങ്ങളെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിരുപ്പെരുന്തുറയിൽ അരുളിയ കാവ്യമാണ്. മാണിക്യവാചകർ തിരുപ്പെരുന്തുറയിൽ ശിവൻ്റെ മുമ്പിൽ, കൈലാസനാഥൻ്റെ മുമ്പിൽ ചൊല്ലിയ പാടലുകളാണ് നാം ഇനി കാണാൻ പോകുന്നത്. അതിലെ ആദ്യത്തേത് മെയ് ഉണർത്തൽ എന്നാണ്. മെയ് ഉണർത്തൽ എന്ന് വെച്ചാൽ മെയ്പൊരുളായ, അതായത് സത്യസ്വരൂപമായ ശിവനെ അറിയുകയാണ് മെയ് ഉണർത്തൽ എന്ന ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ സത്യത്തെ അറിയാൻ വേണ്ടിയുള്ള ഒരു നിതാന്തമായ അന്വേഷണമാണ് ഈ ആദ്യ പദ്യത്തിൽ നാം കാണുന്നത്. അതിലൂടെ ഭക്തി വൈരാഗ്യങ്ങളെ നമ്മിൽ ഉയർത്തുകയും ചെയ്യുന്നു. നമുക്ക് ആ കാവ്യത്തിലേക്ക് പ്രവേശിക്കാം. ഉടയോനെ നിന്നുടെ കരുണയെ ചിന്തിച്ച് എന്നുടലെല്ലാം വാടിത്തളർന്നുണർന്ന് പുളകം കൊള്ളുന്നിതാ പാണികൾ നിൻ പദതളിരിണ കുമ്പിടാൻ കൂമ്പുകയായി. കണ്ണുകൾ ആനന്ദം പെയ്യുന്നു, ഹൃത്തടമെണ്ണുന്നു നിന്നോട് അലിഞ്ഞു ചേരാൻ വേണ്ടി എൻ്റെ ഹൃദയം വെമ്പിക്കൊണ്ടേയിരിക്കുന്നു. എൻ്റെ ഹൃദയം നിരന്തരം തുടിക്കുന്നത് ഭഗവാനോട് ചേർന്ന് അലിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അലിഞ്ഞലിഞ്ഞ് ഭഗവാനിൽ നിർലിപ്തമാകാൻ വേണ്ടി എൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉടയോനെ, എൻ്റെ തമ്പുരാനെ, നിന്നുടെ കരുണയെ ചിന്തിച്ചാൽ എന്നുടലെല്ലാം വാടിത്തളർന്നിരിക്കുന്നു. നിന്നുടെ ഭക്തിക്ക് വേണ്ടി, നിന്നുടെ കീർത്തനം ആലപിക്കാൻ വേണ്ടി, നിൻ്റെ സേവ ചെയ്യാൻ വേണ്ടി ഞാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ ജീവിതം തന്നെ നിനക്ക് വേണ്ടിയുള്ള അർച്ചനയാണ്. ഈ അർച്ചനയിൽ, ഈ മഹാതപസ്സിൽ എൻ്റെ ഉടലാകെ തളർന്നു കഴിഞ്ഞിരിക്കുന്നു.
വാടിത്തളർന്നു എന്നാണ് കവി പറയുന്നത്. എൻ്റെ ശരീരം നിന്നോടുള്ള ഭക്തി കൊണ്ട് വാടിത്തളർന്നിരിക്കുന്നു. ആ ഭക്തിയുടെ തീക്ഷ്ണമായ അവസ്ഥയിൽ ഭഗവാനല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട, ഭഗവാനിൽ അലിഞ്ഞു ചേരണമെന്നുള്ള തീവ്രമായ ഭക്തി കൊണ്ട് അതിൻ്റെ തീക്ഷ്ണമായ അവസ്ഥയിൽ ശരീരമാകെ വാടിത്തളർന്നു. ഞാനിതാ പുളകം കൊള്ളുന്നു. അങ്ങയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ പുളകിത ഗാത്രനായിത്തീരുന്നു. ഞാനങ്ങനെ അങ്ങയുടെ കാര്യം മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരമാകെ പുളകമണിയുന്നു. ആ പേര് ഓർക്കുമ്പോൾ തന്നെ, ശിവ എന്ന രണ്ടക്ഷരം മനസ്സിൽ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരം പുളകമണിയുന്നു. പാണികൾ നിൻ പദതളിരിണ കൂമ്പിടാൻ കൂമ്പുകൈ. ഞാൻ 2 കൈയും കൂപ്പിക്കൊണ്ട് നിൻ്റെ പാദങ്ങളെ നമിക്കാൻ ആഗ്രഹിക്കുന്നു. തളിരിണ കൂമ്പിടാൻ കൂമ്പുകയായി കണ്ണുകൾ ആനന്ദം പെയ്യുന്നു. എൻ്റെ കണ്ണിൽ ഇപ്പോൾ അങ്ങയുടെ ദർശനം മാത്രമേ ഉള്ളൂ. ഞാൻ കാണുന്നത് അങ്ങയുടെ ദർശനം മാത്രമേ ഉള്ളൂ. അങ്ങനെ എൻ്റെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറയുന്നു എന്നാണ് പറയുന്നത്. അതായത് ഞാൻ ധാരമുറിയാതെ കണ്ണീർ പൊഴിക്കുന്നു. അങ്ങയുടെ ദർശനത്താൽ പുളകിത ഗാത്രനായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണുകളിൽ ആനന്ദബാഷ്പം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതാ കാണുന്നു. അങ്ങനെ ഞാൻ അത്രമേൽ സ്വാഭാവികമായി, അത്രമേൽ യാഥാർത്ഥമായി ഇതാ അങ്ങയുടെ ദർശനം ലഭിച്ചതുകൊണ്ട് പുളകിത ഗാത്രനായി ധാരമുറിയാതെ കണ്ണീർ വാർക്കുന്നു. ഹൃത്തടമെണ്ണുന്നു നിന്നോടലിഞ്ഞു ചേരാൻ വേണ്ടി എൻ്റെ ഹൃദയം ഇതാ നിരന്തരം മിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ മിടിപ്പും നിൻ്റെ അരികിലേക്ക് വരാൻ, നിന്നോടലിഞ്ഞു ചേരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതിൻ്റെ അടയാളമാണ്. അങ്ങനെ അല്ലയോ ഭഗവാൻ, നിന്നെ തേടി ഞാൻ അലഞ്ഞ് അവസാനം നിന്നെ കണ്ടപ്പോൾ എൻ്റെ ശരീരവും മനസ്സും ഉടലും ഉയരും ആകെ വലിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. ഉടൽ തന്നെ വാടിത്തളർന്നു പോയി. ഞാൻ കണ്ണീരണിയുന്നു, പുളകിത ഗാത്രനാകുന്നു. അങ്ങനെ ഓരോരോ ശരീരത്തിൻ്റെ വ്യതിയാനങ്ങൾ ഞാനിതാ മനസ്സിലാക്കുന്നു. അപ്പോൾ നിൻ്റെ ദർശനത്താൽ തന്നെ എൻ്റെ ശരീരമാകെ മാറ്റത്തിന് വിധേയമായി. ഇത് ശിവദർശനം ലഭിക്കുമ്പോൾ ഒരു സാധകൻ്റെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന പരിവർത്തനമാണ്. നമ്മളിത് നേരത്തെ കണ്ടതാണ്. ശിവദർശനം ലഭിക്കുന്നതോടുകൂടി ശരീരമാകെ തളർന്നു പോകുമെന്നാണ് പറയുന്നത്. ഇത് ഏറ്റവും നല്ല ഉദാഹരണം ഒഴിവിലൊടുക്കം. കണ്ണുടയ വള്ളലാർ ഒഴിവിലൊടുക്കത്തിൽ ഈ ശിവദർശനം ലഭിച്ചപ്പോൾ ഉണ്ടായ അനുഭവത്തെ പറ്റി പാടുന്നുണ്ട്. ഇതാ നോക്കൂ, ഊണറ്റോരുടലും തളർന്ന് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എൻ്റെ ശരീരം തളർന്ന് വിവശമായി. അങ്ങയുടെ ദർശനം മാത്രമേ തന്നെ എൻ്റെ ശരീരം വാടിത്തളർന്നു എന്നാണ് പറയുന്നത്. എന്നിട്ടോ ദേഹം വിയർത്തു, നയനമൂറി, മെയ് വിറയ്ക്കും, നടുങ്ങും, രോമാഞ്ചമേറും. ഇതാണ് ഒഴിവിലൊടുക്കത്തിൽ കണ്ണുടയ വള്ളലാര് ശിവദർശനം അനുഭവിച്ചപ്പോൾ ഉണ്ടായ ആ അനുഭൂതിയെപ്പറ്റി പറയുന്നത്. ദേഹം വിയർക്കുന്നു, ദേഹം ഉടൽ തളരുന്നു, പിന്നെ നയനത്തിൽ നിന്ന്, കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ ധാരധാരയായി ഒഴുകുന്നു. പിന്നെ മെയ് വിറയ്ക്കുന്നു, പിന്നെ നടുങ്ങുന്നു. മെയ് വിറയ്ക്കുകയും നടുങ്ങുകയും ചെയ്യുന്നു. പിന്നെ രോമാഞ്ചം, ശരീരമാകെ രോമാഞ്ചം നിറയുന്നു. ഇതാണ് ശിവദർശനത്താൽ ഉണ്ടാകുന്ന അനുഭൂതി തരംഗങ്ങൾ. ഇതേപോലത്തുള്ള ആത്മീയ അനുഭൂതികൾ കുമാരനാശാൻ്റെ നളിനി കാവ്യത്തിൽ നാം കാണുന്നുണ്ട്. അവിടെ ദിവാകരനും നളിനിയും എന്നുള്ളത് ഈ ശിവപാർവതിമാരാണ്. അതിന് ആത്മീയമായൊരു ഗൂഢതലമുണ്ട്. ആ തലത്തെക്കുറിച്ച് നമ്മുടെ നിരൂപകന്മാർ മിണ്ടാറില്ല, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകാറില്ല.
ആ കവിതയിൽ നളിനി കാവ്യത്തിൽ കുമാരനാശാൻ പറയുന്നുണ്ട്, ദിവാകര ദർശനമുണ്ടായ മാത്രമേ തന്നെ നളിനിയുടെ ശരീരത്തിനുണ്ടാകുന്ന ഭാവഭേദങ്ങൾ ഇതിന് സമാനമാണ്. മെയ് വിറയ്ക്കുകയും കണ്ണിൽ നിന്ന് ആനന്ദബാഷ്പങ്ങൾ പൊഴിയുകയും ശരീരമാകെ പുളകിതഗാത്രമായി തീരുകയും ചെയ്യുന്ന ഈ അവസ്ഥ, ഈ ശരീര മാനസിക അവസ്ഥകൾ നളിനി കാവ്യത്തിൽ കുമാരനാശാൻ ചിത്രീകരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ കാമുക ദർശനം എന്നുള്ളത് ഈശ്വര ദർശനം തന്നെയാണ്, ശിവദർശനം തന്നെയാണ്. ആ ദിവാകരൻ എന്ന ആ കാമുകനെ ദർശിച്ചപ്പോൾ കാമുകിയായ നളിനിക്കുണ്ടായ ഭാവഭേദങ്ങൾ ഇതാണ്. അതിനർത്ഥം നളിനി ദിവാകരന്മാർ പരമാത്മ ജീവാത്മ ഭാവങ്ങളുടെ പ്രതീകങ്ങളാണ് എന്നുള്ളതാണ്. അതിൻ്റെ ആധ്യാത്മിക തലം, ആത്മീയ തലം ഈ തമിഴ് കാവ്യങ്ങളുമായി, അതേപോലെ മാണിക്യവാചകരുടെ തിരുവാചകമായിട്ടും അതുപോലെ തേവാരം കവികൾ ആവിഷ്കരിക്കുന്ന തേവാരം കവിതകളിലെ ഭാവങ്ങളുമായിട്ട് അതിഗാഢ ബന്ധമുണ്ട്. മാത്രമല്ല അതിലെ സ്നേഹസങ്കല്പം ശിവസ്നേഹമാണ്. തിരുക്കുറളിൽ പറയുന്ന അതേ സ്നേഹസങ്കല്പം തന്നെയാണ് നളിനി കാവ്യത്തിലുമുള്ളത്. അപ്പോൾ നളിനി കാവ്യത്തിലൂടെ ചിത്രീകരിക്കുന്നത് ആത്മീയമായ ഒരു മഹാ ഇതിഹാസമാണ്. ശിവപാർവതിമാരുടെ കഥയാണ് അതിൽ ചിത്രീകരിക്കുന്നത്. പക്ഷെ അതിനെ നമ്മുടെ മലയാളം നിരൂപകന്മാർ ആ കണ്ണുകൊണ്ട് കാണാതെ അതിലെ ഭൗതികമായ കേവലം ഒരു സ്ത്രീ പുരുഷ പ്രേമം മാത്രമായിട്ട് അതിനെ ഇത്രയും നാളും ചിത്രീകരിക്കുകയാണ് ഉണ്ടായത്. അത് മാറേണ്ടിയിരിക്കുന്നു. നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മാണിക്യവാചകർക്കുണ്ടായ ശിവദർശനത്താലുണ്ടായ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ വലിയ ചലനങ്ങളോട് വളരെയേറെ സാമ്യം വഹിക്കുന്നതാണ് നളിനി കാവ്യത്തിലെ ദിവാകര ദർശനത്താൽ നളിനിക്കുണ്ടായ സായുജ്യം. അത് ശിവപാർവതി ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പാടലിലേക്ക് എടുക്കാം. ഇന്ദ്രനും ബ്രഹ്മാവും വിഷ്ണുവും കൈക്കൊള്ളും അന്തസ് എനിക്ക് എന്തിനാണ്, ദേഹം വിട്ടാൽ എന്നുയിർ പോയാലും നിന്നുടെ ഭക്തി തോന്നി ഞാനൊരു കൂട്ടുകൂടാ, നിന്നെയല്ലാതെ ഞാനൊരു കൂട്ടുകൂടാ. നിന്നെക്കുറിച്ചുള്ള ചിന്തയിരുന്നാകിൽ കാമ്യമായി തീരും നരകവും മേൽ. എന്നിരുന്നാലും എന്നുടെ മാനസം ചിന്തിക്കില്ലെന്നുമേ നിന്നെയല്ലാതെ മറ്റൊരാളെ. ഇന്ദ്രനും ബ്രഹ്മാവും വിഷ്ണുവും കൈക്കൊള്ളും അന്തസ് എനിക്ക് ബ്രഹ്മപദവിയും വേണ്ട, ഇന്ദ്രപദവിയും വേണ്ട, വിഷ്ണുവിൻ്റെ പദവിയും വേണ്ട. അതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ദർശനമാണ്, നിന്നിൽ അലിഞ്ഞു ചേരാനാണ്. എൻ്റെ ദേഹം വിട്ടാൽ നിന്നോട് എനിക്ക് അലിഞ്ഞു ചേരണം. എൻ്റെ ദേഹമാണിപ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത്. ഈ ദേഹം വിട്ടു കഴിഞ്ഞാൽ എനിക്ക് നിന്നോട് അലിഞ്ഞ് നീയുമായി ഒന്നായി ചേരണം. എനിക്ക് ഇന്ദ്രപദവി വേണ്ട, ബ്രഹ്മാവിൻ്റെ പദവി വേണ്ട, വിഷ്ണുവിൻ്റെ പദവിയും വേണ്ട. അപ്പോൾ മാണിക്യവാചകർ പറയണം, ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കുന്ന ഇന്ദ്രപദവിയോ ബ്രഹ്മപദവിയോ ബ്രഹ്മാവിൻ്റെ പദവിയോ വിഷ്ണുവിൻ്റെ പദവിയോ എനിക്ക് ആവശ്യമില്ല. അതിനേക്കാൾ എത്രയോ വലുതാണ് അല്ലയോ ഭഗവാൻ അങ്ങയിൽ അലിഞ്ഞു ചേരുക എന്നുള്ളത്. ഏറ്റവും മഹനീയമായ എൻ്റെ ആഗ്രഹം, എൻ്റെ ശരീരം വിട്ടുകഴിഞ്ഞാൽ അല്ലയോ ഭഗവാൻ നിന്നിൽ എനിക്ക് ലയിച്ചു ചേരണം. എൻ്റെ ഉയിർ പോയാലും നിന്നുടെ ഭക്തരോടെന്നെ ഞാനൊരു കൂട്ടുകൂടാ. എൻ്റെ ഉയിർ പോകുന്നത് വരെ ഞാൻ നിൻ്റെ ഭക്തരോട് മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ. നിൻ്റെ അടിയാന്മാരോട് മാത്രമേ ഞാൻ കൂട്ടുകൂടുകയുള്ളൂ. അതായത് ശിവ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരോട് മാത്രമേ ഞാൻ സൗഹൃദം വയ്ക്കൂ.
അത് വളരെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ കൂട്ടുകാർ എങ്ങനെയുള്ളവരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നാം എങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മാണിക്യവാചകർ പറയുന്നുണ്ട്, ലോകത്തിൽ അനേകം തരക്കാരുണ്ട്, ഈ അനേകം തരക്കാരോട് ഞാൻ ഒരിക്കലും കൂട്ടുകൂടിയില്ല. ഞാൻ കൂട്ടുകൂടുന്നത് ശിവപ്രേമികളെ മാത്രമാണ് ഞാൻ കൂട്ടിന് സേവിക്കൂ. അല്ലാതെ ഒരിക്കലും ശിവമാർഗം തെറ്റി നടക്കുന്നവരെ, ശിവവഴി തെറ്റി നടക്കുന്നവരെ ഒരിക്കലും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായി കരുതാറേയില്ല. എൻ്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ ശിവമാർഗികളാണ്. ശിവമാർഗികളെ മാത്രമേ ഞാൻ എൻ്റെ സത്സംഗത്തിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴും സന്മാർഗികളാകണം, ശിവമാർഗികളാകണം എന്ന് നിഷ്ഠ വയ്ക്കണം. ശിവമാർഗി എന്ന് വെച്ചാൽ സ്വത്തായ മാർഗത്തിലൂടെ ചരിക്കുന്നവർ മാത്രമായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ. അസന്മാർഗത്തിലൂടെ നടക്കുന്നവരെ ഒരിക്കലും സുഹൃത്തായി നാം കരുതരുത്. അവരെ കഴിയുന്നത്ര ഒഴിഞ്ഞു മാറിപ്പോകണം എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ജീവൻ ഉயிருള്ളിടത്തോളം കാലം, ശരീരത്തിൽ ഉயிருള്ളിടത്തോളം കാലം, അല്ലയോ ഭഗവാൻ, അങ്ങയുടെ ഭക്തന്മാരോട് മാത്രമേ എനിക്ക് കൂട്ടുകൂടാനാവൂ. നിന്നെക്കുറിച്ചുള്ള ചിന്ത ഇരുന്നാകിൽ കാമ്യമായിത്തീരും നരകവും മേൽ. ഞാനിപ്പോൾ നരകത്തിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ, പക്ഷെ അവിടെയും എനിക്ക് അല്ലയോ ഭഗവാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ ആഗ്രഹമുള്ളൂ. അപ്പോൾ ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ആ പോകുമ്പോഴും നിന്നെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കണം എൻ്റെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ നരകത്തെ പോലും സ്വർഗമാക്കാൻ നിൻ്റെ ചിന്തകൾ കൊണ്ട് എനിക്ക് കഴിയും. നിൻ്റെ പ്രേമം കൊണ്ട് എനിക്ക് നരകത്തെ സ്വർഗമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശിവപ്രേമത്താൽ ഒരാൾക്ക് നരകത്തെ തന്നെ സ്വർഗമാക്കി മാറ്റാൻ കഴിയും. ബ്രഹ്മലോകത്തേക്കാൾ, ഇന്ദ്രലോകത്തേക്കാൾ, വിഷ്ണു ലോകത്തേക്കാൾ വളരെ ഉയർന്നതാണ് ഈ ശിവചിന്ത നിറഞ്ഞ ലോകം. അത് എന്തുമായിക്കൊള്ളട്ടെ, നരകമായിക്കൊള്ളട്ടെ, ആ നരകത്തിലും പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അവിടെയും എന്നെ നയിക്കുന്നത് ശിവചിന്ത മാത്രമായിരിക്കണം, ശിവസ്നേഹം മാത്രമായിരിക്കണം എന്നെ നയിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ശിവസ്നേഹം കൊണ്ട് നിറഞ്ഞതായിരിക്കണം തൻ്റെ ജീവിതം മുഴുവൻ. ഈ ഉயிருള്ളിടത്തോളം കാലം, ഈ ഉടലിൽ ഉயிருള്ളിടത്തോളം കാലം, ആ ഉയിര് വിട്ടുപോയാലും അല്ലയോ ഭഗവാൻ നരകത്തിൽ ചെന്നാൽ പോലും അങ്ങയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് നരകവും സ്വർഗമായി തീരും. എങ്ങെങ്ങിരുന്നാലും എന്നോട് മാനസം ചിന്തിക്കയില്ലൊന്നുമേ നിന്നെ തന്നെ, നിന്നെ അല്ലാതെ മറ്റൊന്നും എനിക്ക് ചിന്തയില്ല. 24 മണിക്കൂറും നിന്നെക്കുറിച്ച് ശിവ 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 എന്നുള്ള ആ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അതായത് ദേഹം ഇരിക്കവേ ഞാൻ മനുഷ്യൻ തന്നെ, എന്നാൽ അത് വിട്ട ഞാൻ ബ്രഹ്മമാണ്, അതായത് ശിവബ്രഹ്മമായിത്തീരുന്നു. ഈ അവസ്ഥയിൽ ബ്രഹ്മാവിൻ്റെയോ വിഷ്ണുവിൻ്റെയോ പദവി പോലും എനിക്ക് വലുതല്ല. ശിവബ്രഹ്മത്തിൽ ഞാൻ എന്നും ലയിച്ച് ശോഭിക്കും. അപ്പോൾ ശിവബ്രഹ്മത്തിൽ ലയിക്കാനാണ് എനിക്ക് ആഗ്രഹം. നോക്കൂ, ഇന്ദ്രനും ബ്രഹ്മാവും വിഷ്ണുവും കൈക്കൊള്ളും എന്ത് അന്തസ് നിനക്കെന്താം ദേഹം വിട്ടാൽ എന്നുയിർ പോയാലും നിന്നുടെ ഭക്തമോരോടന്യേ ഞാനൊരു കൂട്ടുകൂടാം. നിന്നെക്കുറിച്ചുള്ള ചിന്തയിരുന്നാകിൽ കാമ്യമായി തീരുന്ന നരകവും മേൽ. എങ്ങിരുന്നാലും എന്നുടെ മാനസം ചിന്തിക്കുകയില്ല ഒന്നുമേ നിന്നെ എന്നെ. അടുത്ത ഭാഗം കൂടെ നോക്കാം. ഉത്തമൻ നീയൻ, പിതാവ് നീയെന്ന്, ഉടമസ്ഥനും നീയെന്ന് ഞാൻ കരുതുന്നു. നിൻ്റെ സ്മൃതി നിമിത്തം പ്രേമലഹരിപ്പെട്ട് ഉന്മത്തനായ ഞാൻ ഗ്രാമാന്തരങ്ങളിൽ ചുറ്റി നടക്കവേ കാണികൾ എന്നെ കിറുക്കനെന്ന് ആക്ഷേപവാണികൾ ഓതിയാൽ ചന്തമല്ലോ. ഭ്രാന്തനായി തീർന്നോരൻ കാലുകൾ ഇമ്മട്ട് സ്വന്തമായി സഞ്ചരിക്കുന്നതെന്നോ. അപ്പോൾ ഞാൻ നിന്നെക്കുറിച്ചോർത്ത് നിന്നെക്കുറിച്ച് പാടിക്കൊണ്ട് ഈ ഗ്രാമാന്തരങ്ങൾ മുഴുവൻ ചുറ്റി നടക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ശിവദർശനത്താൽ എൻ്റെ
ശരീരവും എൻ്റെ മനസ്സും ആകെ മാറ്റത്തിന് വിധേയമായി. പ്രേമലഹരിപ്പെട്ട ഉന്മത്തനായി ഞാൻ. പ്രേമത്തിൻ്റെ മഹാലഹരിയിൽ, ശിവപ്രേമത്തിൻ്റെ മഹാലഹരിയിൽപ്പെട്ട് ഞാൻ ഉന്മത്തനായി ഗ്രാമാന്തരങ്ങൾ തോറും നിന്നെ പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നു. ഉത്തമനായ നീ എൻ പിതാവാണ്, നീ എൻ്റെ ഉടമസ്ഥനാണ്. നിൻ്റെ സ്മൃതി നിമിത്തം ഞാൻ പ്രേമലഹരിയിൽ, നിന്നോടുള്ള പ്രേമലഹരിയിൽപ്പെട്ട് ഉന്മത്ത ചിത്തനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ളവർ ഭ്രാന്തനായി തീർന്നോരൻ കാലുകൾ ഇമ്മട്ട് സ്വന്തമായി സഞ്ചരിക്കുന്നതോ. എൻ്റെ കാലുകൾ സഞ്ചരിക്കുന്നത് നിൻ്റെ നിയോഗത്താലാണ്. ഈ ഗ്രാമാന്തരങ്ങളിൽ ചുറ്റും നടന്ന് പാടുന്നത് നിൻ്റെ നിയോഗം കൊണ്ടാണ്, നിൻ്റെ തന്നെ ആ അനുഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെക്കുറിച്ച് പാടുന്നത്. ഗ്രാമാന്തരങ്ങൾ തോറും ശിവപ്രേമ ലഹരിയിൽപ്പെട്ട് ഞാൻ ഉന്മത്തനായി സഞ്ചരിക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ജനങ്ങൾ എന്നെ കിറുക്കൻ, ഭ്രാന്തൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ആ കളിയാക്കലും എനിക്ക് ഭൂഷണം തന്നെയാണ്. ഞാനൊരിക്കലും അതിനെ എതിർക്കുന്നില്ല. ഭ്രാന്തചിത്തനായി അലയുന്ന ഞാൻ സത്യത്തിൽ ശിവപ്രേമ ലഹരിയിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് അവരുടെ ആ അപമാനത്തെ, ആ പരിഹാസ വാക്കുകളെ ഞാൻ സ്വീകരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് ഞാനിതാ പ്രവേശിച്ചിരിക്കുന്നു. ശിവപ്രേമത്തിൻ്റെ ആ അകൈതവമായ അനുഭൂതി എന്നിൽ നിറഞ്ഞു കവിയുന്നു. ജ്ഞാനിക്ക് ഉലകം പോയി, ഉലകത്തേക്ക് ജ്ഞാനി പോയി എന്നാണ് തമിഴിലെ വചനം. അത് ജ്ഞാനിക്ക് ഈ ഉലകം എന്നുള്ളത് പൊയ്യാണ്, ഒരു മിഥ്യയാണ്. ശിവജ്ഞാനിക്ക് ഉലകം എന്നുള്ളത് ഒരു മായയാണ്. ആ മായ ഉലകം പൊയ്യാണ്. ഉലകത്തേക്ക് ജ്ഞാനി പോയി. ഉലകത്തിലുള്ളവർ വിചാരിക്കുന്നത് എന്താ? ഈ ശിവജ്ഞാനി പൊയ്യാണ്, പൊളിയാണ് എന്ന് കരുതുന്നു. അത് ഉലകത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അവർക്ക് ഈ ശിവസ്നേഹത്തെ, ഈ ശിവപ്രേമത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് നമ്മുടെയൊക്കെ പരാജയം. നമുക്ക് ശിവപ്രേമം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ശിവപ്രേമം എന്തെന്നറിഞ്ഞവർ ശിവാനന്ദ ലഹരിയിൽ മുഴുകിയവരായിരിക്കും. അങ്ങനെ ശിവാനന്ദ ലഹരിയിൽ മുഴുകുന്ന ആ ശിവപ്രേമത്താൽ നയിക്കപ്പെടുന്ന മാണിക്യവാചകരുടെ പാട്ടുകളും നമ്മെ ശിവപ്രേമത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തമൻ നീ എൻ പിതാവ്, നീ എന്നുടമസ്ഥനും നീ. നിൻ സ്മൃതി നിമിത്തം പ്രേമലഹരിപ്പെട്ട ഉന്മത്തനായി ഞാൻ ഗ്രാമാന്തരങ്ങളിൽ ചുറ്റിയിടവേ. കാണികൾ എന്നെ കിറുക്കനെന്ന് ആക്ഷേപവാണികൾ ഓതിയ ചന്തമല്ലോ. ഭ്രാന്തനായി തീർന്നോരൻ കാലുകൾ ഇമ്മട്ട് സ്വന്തമായി സഞ്ചരിക്കുന്നതെന്നോ. അപ്പോൾ എൻ്റെ കാലുകൾ നിൻ്റെ നിയോഗമനുസരിച്ച് ആണ് സഞ്ചരിക്കുന്നത്. അതായത് എൻ്റെ പ്രവൃത്തികളെല്ലാം ശിവൻ്റെ പ്രവൃത്തികളാണ്. ശിവനിയോഗമനുസരിച്ചാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാം ശിവനിയോഗമാണ്. അപ്പോൾ ഒരു ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശിവനിയോഗമാണ്. അതിനപ്പുറമൊന്നുമില്ല. സന്തോഷമായിക്കൊള്ളട്ടെ, സന്താപമായിക്കൊള്ളട്ടെ, മറ്റ് പ്രവൃത്തികളായിക്കൊള്ളട്ടെ, പ്രവൃത്തിയില്ലായ്മയായിക്കൊള്ളട്ടെ, നിവൃത്തിയായിക്കൊള്ളട്ടെ, എല്ലാം ശിവനിയോഗമനുസരിച്ച് നടക്കുന്നു. ശിവൻ എന്നുള്ള ആ യന്ത്ര നടത്തിപ്പുകാരൻ നടത്തുന്ന ഒരു യന്ത്രം മാത്രമാണ്, ഒരു പാവ മാത്രമാണ് ഈ ശിവഭക്തൻ. ഇതാണ് ഒരു ശിവഭക്തൻ്റെ ഭാവം. അപ്പോൾ ശിവഭക്തൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അത് ശിവപ്രവൃത്തികളാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് അവർ നോക്കാറേയില്ല. ഒരിക്കലും ശിവഭക്തൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ആ പ്രവൃത്തിയുടെ ഫലം എന്താണ്, അത് നല്ലതാണോ ചീത്തയാണോ എന്നും നോക്കില്ല. ശിവനിയോഗമനുസരിച്ച് ശിവൻ പറയുന്ന ആ കർമ്മം നീ ചെയ്യുക. ശിവൻ എന്താണോ പറയുന്നത് അതനുസരിക്കുക. ശിവൻ എന്ന ആ പാവകളിക്കാരൻ്റെ കയ്യിലെ ഒരു പാവ മാത്രമാണ് മനുഷ്യൻ എന്നൊരവസ്ഥ. അപ്പോൾ ശിവൻ നിയോഗമനുസരിച്ചാണ് ഒരു ശിവഭക്തൻ്റെ ജീവിതമാകെ രൂപപ്പെടുന്നത്.
ശിവൻ എന്താണോ പറയുന്നത് അത് ആ ശിവഭക്തൻ ചെയ്യുന്നു, അത്രമാത്രം. അതിൻ്റെ നന്മ തിന്മകളോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങളോ അല്ലെങ്കിൽ ഫലങ്ങളോ ഒന്നും തന്നെ അയാൾ ശ്രദ്ധിക്കാറേയില്ല. കർമ്മഫലം എന്തുമായിക്കൊള്ളട്ടെ, കർമ്മം ശിവകർമ്മമായിരിക്കും എന്ന് മാത്രം. അയാൾ ചെയ്യുന്ന ഓരോ കർമ്മവും ശിവൻ്റെ കർമ്മമായിരിക്കും, ശിവൻ്റെ ചിന്തയായിരിക്കും അയാളുടെ മനസ്സ് നിറയെ. ശിവശിവ എന്ന് ഉച്ചരിച്ചുകൊണ്ടാണ് അയാൾ ഓരോ നിമിഷവും ജീവിക്കുന്നത്. ആ നിമിഷം ശിവനിമിഷമാണ്. ശിവപ്രേമത്തിൽ മുഴുകി ശിവസായുജ്യത്തിൽ മുഴുകി കഴിയുന്ന ഈ ശിവഭക്തൻ്റെ ഈ വാക്കുകൾ ഭഗവാനെ അങ്ങ് സ്വീകരിച്ചാലും. ഇതാണ് മാണിക്യവാചകർ ഈ അവസരത്തിൽ നമ്മളോട്, ശിവഭക്തരായ നമ്മളോട് പറയുന്നത്. ഓം ശിവായ നമഃ.